കരയും നമ്മൾ കുറച്ച് നേരം ക്ലൈമാക്സിലെത്തും. അടിപൊളിയാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഷൈനൊക്കെ വേറെ ലെവൽ. ഷൈൻ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി ആക്ടിംഗ് ആണ്. ഷൈനായാലും ഷൈൻ്റെ കൂടെയുള്ള മറ്റേ ഷാന്തുനായാലും അതിലെ വില്ലനാണെങ്കിലും എല്ലാം കൊണ്ടും അതുപോലെ ക്ലൈമാക്സും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ സൂപ്പറായിരുന്നു. ഫൈറ്റ് സീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ സോഡ ബാബു ആയിട്ട് അഭിനയിച്ച അൽഫോൺസ് പുത്തൻ ചേട്ടനെയും നല്ലോണം ഇഷ്ടപ്പെട്ടു. ചെയ്ത പരിപാടിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര റെസ്പോൺസ് ഉണ്ട്. കരയും നമ്മൾ കുറച്ച് നേരം ക്ലൈമാക്സിലെത്തും. അടിപൊളിയാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ പടം. ഷൈനൊക്കെ വേറെ ലെവൽ. ഷൈൻ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി ആക്ടിംഗ് ആണ്. ഷൈനായാലും ഷൈൻ്റെ കൂടെയുള്ള മറ്റേ ഷാന്തുനായാലും അതിലെ വില്ലനാണെങ്കിലും എല്ലാം കൊണ്ടും. ഇതിലെ മെയിനായിട്ട് എടുത്ത് പറയുന്നത് ഇതിലെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് വേറെ ലെവൽ. ശരിക്കും ബോർഡറിൽ എന്താണ്, ബോർഡറിൽ ജനങ്ങളുടെ ജീവിതം എന്താണ് ശരിക്കും എടുത്തു കാണിച്ച നല്ല അടിപൊളി മൂവി തന്നെ പറയാം. ഒന്നും മോശം പറയാല്ല, സൂപ്പർ കിട്ടില്ല. പടം നല്ല അടിപൊളി പടമാണ്. ആക്ഷൻസ് വളരെ എടുത്തു പറയേണ്ടത് ആക്ഷൻസ് ഉണ്ട്. പിന്നെ കഥ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ കഥയാണ് കൂടുതലായിട്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് പറയുന്നത്. തമിഴ് പശ്ചാത്തലത്തിൽ ഫ്രണ്ട്ഷിപ്പാണ് വരുന്നത്. അതുപോലെ ക്ലൈമാക്സും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല കൂട്ടുകാർ നല്ലൊരു കഥ പറയുന്ന സംഭവമാണ്. അതാണ് പടം. ആക്ഷൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. സായിയുടെ മ്യൂസിക്കിനെ പറ്റി എന്താ പറയുക? സായി എന്ന് സായിയുടെ മ്യൂസിക്കിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല, തകർപ്പനാണ്. എന്ന് വെച്ചാൽ ആ പടം ലാസ്റ്റ് വരെ കൊണ്ടുപോകണം മൂപ്പരത്. പിന്നെ ഇവരുടെ പെർഫോമൻസ് അതിനൊത്ത് ആ മ്യൂസിക്കും പോകുന്നുണ്ട്. തമാശ പറയല്ല, അടിപൊളി പടം, പിള്ളേർക്ക് പറ്റിയ പടം. എന്നെപ്പോലുള്ള വയസ്സന്മാർ ഓരോ ആഗ്രഹിച്ച് വന്ന് കണ്ടു. അവൻ അടുത്ത രജനീകാന്താണ്, അവിടുത്തെ രജനീകാന്ത്. തൂക്കാൻ പാകത്തിലുള്ള കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ സൂപ്പറാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക് ആയാലും എല്ലാം സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഫാമിലിയാണ്, ആക്ഷനാണ്, എല്ലാം ഉണ്ട്, പാക്കഡാണ്, സെറ്റാണ്. കൊള്ളാം, അടിപൊളി പടം, അടിപൊളി. ഒരു രക്ഷയില്ല. ഫൈറ്റ് സീൻസ് ഒന്നും ഒരു രക്ഷയില്ല. പിള്ളേരെല്ലാവരും കത്തിച്ചിട്ടുണ്ട്. പിന്നെ ശെലവരാമൻ സാറ് പൊളി, പിന്നെ നമ്മുടെ അൽഫോൺസ് സാറ് പൊളി, എല്ലാവരും അടിപൊളി. പടം മൊത്തത്തിൽ അടിപൊളി. ഉണ്ണിയും ക്രൂവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബിഗിനർ ആണെന്നൊന്നും തോന്നുന്നില്ല. അടിപൊളി പരിപാടിയായിട്ടുണ്ട്. സംഗതി കത്തും സംഭവം കത്തും, തിയേറ്റർ കത്തും, അടിപൊളിയാണ്. സൂപ്പർ ഹിറ്റ് സിനിമയെന്ന് തന്നെ പറയാം. കാരണം RDXന് ശേഷം നല്ലൊരു ഇടിപ്പടം. കാരണം പകപോക്കൽ, ഫ്രണ്ട്സിൻ്റെ കഥ എല്ലാം കൂടെ ചേർന്നൊരു സിനിമ. ഏതും ഷൈനികത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. പിന്നെ സന്തന് ഭാഗ്യരാജ് നന്നായിട്ടുണ്ട്. പിന്നെ പൂർണ്ണിമ ഇന്ദ്രജിത്ത്, എല്ലാ കാസ്റ്റിങ്ങൊക്കെ അടിപൊളി. ഏതായാലും നല്ലൊരു ചിത്രം തന്നെയുണ്ട്. തിയേറ്റർ പൂരപ്പുറമ്പാക്കാനുള്ള ചേരുവകൾ കംപ്ലീറ്റ് ഉണ്ട്. ഇനി ജനങ്ങൾ ഇത് സ്വീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് നല്ലൊരു വെറൈറ്റി സിനിമയാണ്. പടം സൂപ്പറായിരുന്നു. ഫൈറ്റ് സീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ സോഡ ബാബു ആയിട്ട് അഭിനയിച്ച അൽഫോൺസ് പുത്തൻ ചേട്ടനെയും നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ആക്ഷനും എല്ലാം കൂടി മിക്സഡ് ആണ്. നല്ല പടമാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഞാനിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു വേഷം തന്നെയാണ്.